നെക്സ്റ്റ് അസേർഷൻ റീസൺ വീണ്ടും അല്ലേ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ദ ടോർഷണൽ കോൺസ്റ്റന്റ് ഇൻ മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ഹാസ് ഡയമെൻഷൻസ്. ഏതാ മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിൽ ഈ കോയിൽ ഇങ്ങനെ തിരിയുന്ന സമയത്ത് സ്പ്രിങ് ടൈറ്റ് ആവും. അപ്പോൾ അതിൽ റെസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ദറ്റ് റെസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു സി തീറ്റ എന്നൊക്കെ പറയുന്നുണ്ട്. ദിറ്റ് സി ഇറ്റ് സെൽഫ് ഈസ് ടോർഷണൽ കോൺസ്റ്റന്റ്. അപ്പോൾ ടോർഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ടോ ഡിവൈഡഡ് ബൈ തീറ്റ. ടോർക്കിൻ്റെ ഡയമെൻഷൻ വർക്കിൻ്റെ അതേ ഡയമെൻഷൻ ml² T⁻²-2. തീറ്റയ്ക്ക് ഡയമെൻഷൻ എടുക്കുന്നില്ല, അപ്പോൾ 1. അപ്പം അത് ശരി. ശരി. ശരിയുള്ള എത്ര ചോയ്സ് ഉണ്ട്? യെസ്, ഇതല്ല എന്ന് ഉറപ്പായി. അപ്പം ഇനി ബി നോക്കാം. ഇൻക്രീസിങ് ദ കറന്റ് സെൻസിറ്റിവിറ്റി മെ നോട്ട് നെസറി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. യെസ്, കാരണം എന്താ? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? കറന്റ് സെൻസിറ്റിവിറ്റിയോടെ റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് ഇൻക്രീസ് ചെയ്തോണ്ടല്ല റെസിസ്റ്റൻസ് മാറാം അതിനനുസരിച്ച്. അപ്പം അത് ശരിയല്ലേ? മെ നോട്ട് നെസറി. അപ്പം ബി ശരിയാണ്. അപ്പം ഇത് തെറ്റാന്ന് ഉറപ്പായി. അതിൽ ബി ഇല്ലല്ലോ. ഇനി സി നോക്കാം. സി നോക്കണ്ട അല്ലേ? പിന്നെ സി നോക്കണ്ട. അപ്പോൾ സി അതിൻ്റെ അകത്തില്ല. യെസ്, മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഷണ്ട് റെസിസ്റ്റൻസ് ഓഫ് ലാർജ് വാല്യൂ. തെറ്റാ. ഷണ്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? സ്മോൾ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡി തെറ്റാ. അത് നോക്കണ്ട. ഈ മാത്രം നോക്കിയാൽ മതി എന്നല്ലോ. കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് മൂവിംഗ് കോയിൽ ഡിപ്പെൻഡ് ഇൻവേഴ്സ്ലി ഓൺ നമ്പർ ഓഫ് ടേൺസ് ആണോ? കറന്റ് സെൻസിറ്റിവിറ്റി തീറ്റ ബൈ ഐ അല്ലേ? നമ്മൾ പഠിച്ചത് I is equal to C theta divided by NAB. യെസ്, അപ്പോൾ തീറ്റ ബൈ ഐ അതാണ് കറന്റ് സെൻസിറ്റിവിറ്റി. ദറ്റ് ഈസ് NAB ഡിവൈഡഡ് ബൈ C. കറന്റ് സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ആ വരുന്നത്. ഇവരെന്താ പറഞ്ഞത്? ഡിപ്പെൻസ് ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ തെറ്റാ. ഈ തെറ്റാ. അപ്പം ശരിയുള്ളത് ഏത് മാത്രമാണ്? ശരിയുള്ളത് എയും ബിയും മാത്രം. ഇതിലുള്ളതിൽ ബെസ്റ്റ് വരുന്നത് അത് മാത്രം, A, B. യെസ്, അപ്പം ആൻസർ ചെയ്ത് വരണം. യെസ്, ദറ്റ് ഇസ് 1. ഫൈൻ.